സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. വലിയ തരത്തിലേക്കുള്ള വിവാദങ്ങൾ ഉണ്ടായി വരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. മിനിസ്റ്ററെ, ഈ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം കഴിഞ്ഞ ദിവസം സഭയിലും ഉണ്ടായിരുന്നു. പിന്നാലെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് തർക്കവും വിവാദമൊന്നുമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാതെ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിനോട് ഞങ്ങൾ അനുകമ്പാപൂർവമായിട്ടുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ച് വരുന്നത്. ഒരു കാര്യത്തിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സമീപനം ഇതുവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഈ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിന് പ്രവർത്തിക്കുന്നത് കേരള വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ചാണ്. അതിൽ എങ്ങനെയാണ് അവർ പ്രവർത്തിക്കേണ്ടത് എന്ന് സംബന്ധിച്ചിടത്തോളം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ 2021 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും അതിനുശേഷം സുപ്രീം കോടതിയിലും ഭിന്നശേഷി സംവരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് വരുന്നത്. യഥാർത്ഥത്തിൽ ഇത്രയും നാൾ ഈ മാനേജ്മെന്റുകൾ എവിടെയായിരുന്നു? മാനേജ്മെന്റിന്റെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിനെ സമീപിച്ചാൽ, ഗവൺമെന്റ് എന്തെങ്കിലും അനുകൂലമല്ലാത്ത നിലപാട് സ്വീകരിച്ചാൽ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പോവേണ്ടത് ആരാണ്? അല്ലെങ്കിൽ ഹൈക്കോടതി പോവേണ്ടത് ആരാണ്? മാനേജ്മെന്റിന് വേണ്ടി ഗവൺമെന്റിന് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. അതാണ് ആദ്യം അവർ മറുപടി പറയേണ്ടത്. ഇത് മാത്രമല്ല, ഇപ്പം ഒരു 5000-ഓളം വരുന്ന ഭിന്നശേഷി സീറ്റുകൾ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അത് വെറും ഒരു 1500 താഴെ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അത് വളരെ ഗൗരവമായിട്ട് ഗവൺമെന്റ് കാണുകയാണ്. ഭിന്നശേഷിക്ക് ഒഴിവുള്ള സീറ്റുകൾ റിപ്പോർട്ട് ചെയ്താലേ മതിയാവൂ. എന്ന് മാത്രമല്ല, ഈ ഒഴിവുകൾ മനഃപൂർവ്വം റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ വീഴ്ച വരുത്തുന്ന മാനേജ്മെന്റുകളെന്ന് വകുപ്പ് വിലയിരുത്തുന്നുണ്ടോ? വീഴ്ച വരുന്ന മാനേജ്മെന്റിന്റെ പേരിൽ അന്വേഷണം നടത്തി അതിന്റെ സത്യം പുറത്തു കൊണ്ടുവന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ വകുപ്പുകളെല്ലാം കേരള എഡ്യൂക്കേഷൻ റൂളിൽ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, നിയമനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള അധികാരം മാനേജ്മെന്റിനുള്ളതാണ്. അവരാണ് നിയമനം നടത്തേണ്ടത്, ഗവൺമെന്റ് അല്ല. നിയമനം നടത്തിയ ശേഷം അതിന് അപ്രൂവൽ കൊടുക്കുന്ന ജോലി മാത്രമാണ് ഗവൺമെന്റിന് ഉള്ളത്. അപ്പോൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനു പകരം ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രകടനം നടത്തുകയും ഗവൺമെന്റിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും കോടതി വിധി ഞങ്ങൾ കോടതി വിധിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് ഉള്ള നിലപാട് സ്വീകരിക്കുകയും ഗവൺമെന്റിനെയും അതുപോലെ നിയമ ഉപദേശത്തെയൊക്കെ തന്നെ വെല്ലുവിളിച്ച് ഉള്ള ഒരു സമീപനം അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ആ വെല്ലുവിളിയൊന്നും ഗവൺമെന്റ് ഒരു കാരണവശാലും ആർക്കും അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ക്രൈസ്തവ സഭകൾ എതിർപ്പുന്നയിക്കുന്നു. തൊട്ടടുത്ത ദിവസം നിയമസഭയിൽ മോൻസ് ജോസഫ് MLA അതേ വിഷയം ഉന്നയിച്ച് ഒരു തർക്കമുണ്ടാകുന്നു. അപ്പോൾ അതിന് പിന്നിൽ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യമാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള ഇടപെടലാണെന്ന് കരുതുന്നുണ്ടോ? അവരല്ലാതെ ഒരു പ്രകടനം നടത്തേണ്ട ഒരു ആവശ്യമില്ലല്ലോ. പ്രകടനം നടത്തുന്നതിന് ഞങ്ങൾ എതിരൊന്നുമില്ല, ഞാനും എതിരില്ല. ഇത് ചർച്ച ചെയ്ത് പരിഹാരം കാണാൻ കഴിയുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നതിൽ ആര് മുൻകൈ എടുക്കണമെന്നുള്ളതാണ് മാനേജ്മെന്റ് തന്നെ ആലോചിക്കുന്നത്. അവരുടെ വിദ്യാലയത്തിൽ അവരുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹാരം കാണുന്നതിന് വേണ്ടി മുൻകൈ എടുക്കേണ്ടത് ആരാണ്? അവർ തന്നെയാണ്. അല്ല ഞങ്ങളാണോ ഗവൺമെന്റാണോ മുൻകൈ എടുക്കേണ്ടത്? NSSന് കിട്ടിയ പോലെ ഒരു വിധി അവർ വാങ്ങണം. അതല്ലേ അവർ ചെയ്യേണ്ടത് മാന്യത എന്ന് പറഞ്ഞു. അതിനു പകരം ഈ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടും അതിനെ വഴിതിരിച്ചു വിട്ട് രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് ഈ അപ്പോയിന്റ്മെന്റ് നടത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അതായത് NSS ഇടപെട്ട പോലെ മറ്റ് മാനേജ്മെന്റുകൾ ഇതിൽ ഇടപെടുന്നില്ല. ആവശ്യക്കാർ ഇടപെടണം. അവര് NSSന് കൊടുത്ത അതേ വിധി ഞങ്ങൾക്ക് നടപ്പിലാക്കണമെന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിയമോപദേശം ആർക്കൊക്കെയാണോ ഇത് ആവശ്യം അവർ ഓരോരുത്തരും വാങ്ങണോ എന്നുള്ളതാണ് ഞാൻ കിട്ടിയ നിയമോപദേശം. സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറൽ പറയുന്ന നിയമോപദേശത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിർബന്ധ ബുദ്ധി ഒരു മാനേജ്മെന്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ മാനേജ്മെന്റ് രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള തീരുമാനമാണ് കൈക്കൊള്ളുന്നത്. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റൂല. അതിനു മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നമേ ഇല്ല. കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞിരുന്നു ക്രൈസ്തവ വിശ്വാസികളെ തനിക്കെതിരാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് ഈ വിഷയത്തിന്റെ പേരിലെന്ന്. ഞാൻ പൊതുരംഗത്ത് വന്നിട്ട് 40 വർഷക്കാലമായല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റായും മേയറായും MLA ആയും ഇപ്പോൾ മന്ത്രിയായും ഒക്കെ തന്നെ തുടരുന്നുണ്ടല്ലോ. ഒരു ക്രൈസ്തവ വിശ്വാസികളുടെയും വിരോധമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ആൾക്കാർ അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ
അത് അവരുടെ പിന്നെ പരിശ്രമമെന്ന് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ ആ കാര്യത്തിലൊന്നും പിന്നെ വോട്ടിട്ട് ക്രൈസ്തവരാണോ ഹിന്ദുക്കളാണോ മുസൽമാന്മാരാണോ എനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ഉള്ളതെന്ന് വോട്ടിട്ടൊന്നും തെളിയിക്കാൻ വേണ്ടിയൊന്നും പോകുന്നില്ല. മിനിസ്റ്റർ, ഇപ്പോൾ ഈ NSSന് ഈ അടുത്തായി സർക്കാരിനോട് വന്ന അടുപ്പത്തിന് കാരണം ഈ ഭിന്നശേഷി നിയമനം അടക്കമുള്ള വിഷയങ്ങളിൽ നടത്തിയ ഇടപെടലാണ്, അല്ലെങ്കിൽ അത് ആ വിഷയത്തിലെ കോടതി വിധിയും അതുമുള്ള തുടർ നടപടിയൊക്കെയാണെന്ന തരത്തിലേക്ക് ചർച്ചകളും ആരോപണങ്ങളും ഒക്കെ വരുന്നുണ്ട്. അത് രാഷ്ട്രീയമല്ലേ? സുപ്രീം കോടതിയുടെ വിധി പറഞ്ഞത് പിന്നെ പിണറായി വിജയനാണോ? സുപ്രീം കോടതിയിലെ വിധി പറഞ്ഞത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരാണ്. രാഷ്ട്രീയമാണോ എന്ന് ചിന്തിക്കുന്നതിന് മഹാബദ്ധമാണ്. ഒരു കാര്യം കൂടി, ഇപ്പോൾ അടുത്തായി സർക്കാർ ഒരു പദ്ധതി ആലോചിക്കുന്നുണ്ട്, സുരക്ഷാ മിത്രം എന്ന് പറയുന്നത്. അതായത് ഈ പുനർവിവാഹം കഴിച്ചവരോ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ ഇല്ലാത്തവരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ പദ്ധതിയുടെ വ്യക്തത എന്തെങ്കിലും ആയിട്ടുണ്ടോ? അങ്ങനെ വ്യക്തത ആയിട്ടില്ല. അപ്പോൾ ഈ വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് മാനേജ്മെന്റുകൾ അവർക്കനുസരിച്ചുള്ള നിയമനങ്ങൾ കൃത്യമായി തന്നെ ഒഴിവുകൾ എത്രയുണ്ടെന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ടിംഗ് നടന്നില്ലെങ്കിൽ അതിൽ നടപടി ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ NSS നേടിയെടുത്തതുപോലെയുള്ള വിധി മറ്റു മാനേജ്മെന്റുകൾ നേടിയെടുത്താൽ അവർക്ക് നിയമനം നടത്തുന്നതിലും അംഗീകാരം ലഭിക്കുന്നതിലും യാതൊരു തടസ്സവുമില്ല എന്നും രാഷ്ട്രീയപരമായി ഇതിനെ കൈകാര്യം ചെയ്താൽ അതിന് അത്തരത്തിൽ തന്നെ മറുപടി നൽകുമെന്നുമാണ് മന്ത്രി നമ്മോട് വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ജേങ്ങനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.